രജിസ്ട്രാറുടെ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ സംബന്ധിച്ച് വന്ന തീരുമാനം കോടതി ആ രജിസ്ട്രാറെ അവിടെ തുടരുന്നത് അനുവദിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. നിയമപരമായിട്ട് ആ കാര്യം ആണ് നടക്കേണ്ടത്. സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. പക്ഷേ ഈ ഗവർണറുടെ അല്ലെങ്കിൽ വൈസ് ചാൻസലറായിട്ട് താൽക്കാലികമായി അപ്പോയിൻറ്റ് ചെയ്ത ആളുകൾ അതിനെ സംബന്ധിച്ച് എന്ത് സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നിയമപരമായിട്ട് സിൻഡിക്കേറ്റാണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി. രജിസ്ട്രാർ പെറ്റീഷൻ കൊടുത്തിരുന്നു. രജിസ്ട്രാർ നേരത്തെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നതിനെതിരായിട്ട് ഇപ്പോൾ അങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കോടതി അത് സംബന്ധിച്ച് ആ പെറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും അവിടെ തുടരാൻ അനുവദിച്ചു. ഇതിനകത്ത് അടിസ്ഥാനപരമായ പ്രശ്നം നിങ്ങളെല്ലാം ഒരു വാർത്ത പോലെയാണ് ഓരോ സംഭവത്തെയും കാണുന്നത്. ഞാനും നിങ്ങളും എല്ലാം വാർത്ത പോലെ കണ്ടാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല, നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല, ഇതിനകത്ത് ഇങ്ങനെ ഈ ഓരോരുത്തരുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് വ്യക്തികൾക്ക് ഇടപെടാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമ്പ്രദായത്തിൽ സിസ്റ്റമുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷന് ഒരു സിസ്റ്റമുണ്ട്. അതിന് കരിക്കുലം കമ്മിറ്റിയുണ്ട്, അതിൻ്റെ അക്കാഡമിക് പണ്ഡിതന്മാരുണ്ട്, അവരുണ്ടാക്കുന്ന സിലബസാണ്, പരീക്ഷ നടത്തിപ്പൊക്കെ. അതുപോലെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അക്കാഡമിഷ്യന്മാരാണ്. അതിനകത്ത് പ്രൊഫസർമാരും അക്കാഡമിക് പണ്ഡിതന്മാരും അടങ്ങുന്ന പൊതുവായ അക്കാഡമിക് ബോഡികളുണ്ട്. ഭരണപരമായ സംവിധാനത്തിന് നിയമസഭ അംഗീകരിച്ച നിയമങ്ങളുണ്ട്. അതിനകത്ത് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളും സംഘർഷങ്ങളും വർദ്ധിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഏതായാലും കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ സർവകലാശാലകൾക്ക് പൊതുവിലൊരു ആശ്വാസമാണ്. ആ ആശ്വാസം വളരെ പക്വതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉയർന്ന വേദിയിലുള്ള ആളുകൾ, ഇതിൻ്റെ മുഴുവൻ ചാൻസലർ ഗവർണറാണ്, മറ്റ് ചാർജ് വരുന്ന ആളുകൾ, അവർ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചാൻസലർ തോമസ് കൊടുത്തിരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ രജിസ്ട്രാറെ സിൻഡിക്കേറ്റ് തിരിച്ചെടുത്ത നടപടി നിയമവിരുദ്ധമെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നത്. അതായത് പകരം വച്ച ആളിനെയാണ് രജിസ്ട്രാറായി ചുമതലപ്പെടുത്തിയെന്നുള്ള റിപ്പോർട്ടാണ് ചാൻസലർക്ക് കൊടുത്തേക്കുന്നത്. എനിക്ക് ആ റിപ്പോർട്ടിൻ്റെ സ്ഥിതി അറിഞ്ഞൂടല്ലോ. നിങ്ങൾ റിപ്പോർട്ടിനെ പറ്റി അറിഞ്ഞിട്ടായിരിക്കും. റിപ്പോർട്ടിൻ്റെ സ്ഥിതി അറിയാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് പരമോന്നതമായ ഒരു കോടതിയാണ് ഇത് സംബന്ധിച്ച് വിധി പറഞ്ഞത്. സിൻഡിക്കേറ്റാണ് അതിൻ്റെ അപ്പോയിൻറ്റിങ് അതോറിറ്റി. ഇപ്പോൾ ഇതിനകത്ത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആരെങ്കിലും ഒരാളേതാ ഇവരെ വൈസ് ചാൻസലർ ചാർജ് കൊടുത്തേക്കുന്നു, അവർ വന്നിട്ട് എന്തെങ്കിലും കാണിക്കുക എന്ന് പറയുന്നതല്ല. അത്തരം ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്ന ആളുകളും ചിന്തിക്കേണ്ടതാണ്. ഇതെല്ലാം ഒരു മഹത്തായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ മുകളിൽ ആ സമ്പ്രദായത്തെ ആകെ തകർക്കുന്ന നിലപാടുകൾ ഉണ്ടാവരുതെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാന കാര്യം.